വലിയൊരു വാഷർ ടൈപ്പ് ഇരിപ്പുണ്ട്. അത് ഇതിൻ്റെ ഇടയ്ക്ക് ഇടാൻ കേട്ടോ, എങ്കിലേ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അതിട്ടതിന് ശേഷം നമുക്ക് ഈ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്ലാസ് മേലോട്ട് ഇങ്ങനെ ഇരിക്കും, വേണമെങ്കിൽ നിങ്ങൾക്ക് താത്തും ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അങ്ങനെ വെക്കുന്നത് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ജിയൂസിൻ്റെ ഹെൽമെറ്റ് വരുന്ന സ്പോയിലർ വരുന്നുണ്ട്. സ്പോയിലർ നമ്മൾ ഒട്ടിച്ച് വയ്ക്കുന്ന സ്പോയിലറാണ് കേട്ടോ, 3mm ടേപ്പ് ഒട്ടിച്ച് വയ്ക്കുന്ന സ്പോയിലറാണ്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇതും ബാറിൻ്റെ മിറർ തന്നെയാണ്. പക്ഷേ ഒരു പ്രത്യേകം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലിവർ പ്രൊട്ടക്ടറും വരും, ബാറിൻ്റെ മിററും വരും. രണ്ടും ഒരു സംഭവത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫിക്സ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിവർ പ്രൊട്ടക്ടർ. അപ്പോൾ അതിൻ്റെ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മോജോ ആയിട്ടാണ്. മോജോ കണ്ടിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോജോ എവിടെ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മോജോയിൽ ചെറിയ അപ്ഡേഷനായിട്ട് വരാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ മോജോ എവിടെ ഇരിപ്പുണ്ട്. വേറെ വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വണ്ടിക്ക് പക്ക കണ്ടീഷനാണ്, എടുക്കാതെ വെച്ചിരുന്നതാണ് സംഭവം. അത്യാവശ്യം എന്താ പറയുന്നത്, എണ്ണയുടെ വിലയൊക്കെ കൂടിയുണ്ട്. വലുതായിട്ട് എണ്ണയൊന്നും അടിക്കാതെ ഇങ്ങനെ വെച്ചേക്കുകയാണ് കേട്ടോ. അത്യാവശ്യത്തിന് മാത്രമേ വണ്ടി എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വണ്ടിയിൽ ഒരു ചെറിയൊരു അപ്ഡേഷൻ വരുത്താനായിട്ടാണ്. അതേപോലെ വേറൊരു അപ്ഡേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഹെൽമെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കേട്ടോ. ഇതാണ് ഞാൻ ഇപ്പോൾ എടുത്ത ഹെൽമെറ്റ്, നമ്മുടെ ജിയൂസിൻ്റെ ഹെൽമെറ്റാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇത് ഏകദേശം 5 സംതിങ് റേറ്റ് വരുന്നതാണ്. ഞാൻ ബാൻഡറോസിൻ്റെ സെയിലിന് എടുത്താണ് കേട്ടോ. ബാൻഡറോസ് സെയിൽ എന്ന് പറയുമ്പോൾ അവിടെ ആനിവേഴ്സറി സെയിൽ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനകത്ത് എടുത്താണ്. അങ്ങനെ എടുത്താണ് നമ്മുടെ ഈ ഹെൽമെറ്റ് എന്ന് പറയുന്നത്. ഗോസ്റ്റ് റൈഡർ എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സിലാണ് ജിയൂസിൻ്റെ ഈ ഹെൽമെറ്റ് വരുന്നത്. അത്യാവശ്യം കൊള്ളാൻ കേട്ടോ. ഞാൻ കുറച്ചൊന്ന് വെച്ച് ഓടിച്ചൊക്കെ നോക്കിയായിരുന്നു. സംഭവം ഹെൽമെറ്റ് നൈസാണ്, ഹെൽമെറ്റ് കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം എടുത്തത് സ്മാൾ സൈസ് ആയിപ്പോയി, അത് രണ്ടാമത് മാറ്റി ലാർജ് സൈസ് ആക്കിയതാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് വണ്ടിയിൽ വരുത്താൻ പോകുന്ന അപ്ഡേഷൻ എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയിൽ വരുത്താൻ പോകുന്ന അപ്ഡേഷൻ. ഭയങ്കര അപ്ഡേഷൻ എന്നുള്ള ചെറിയൊരു അപ്ഡേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എൻ്റെ വണ്ടിയിൽ മുമ്പ് ഇരുന്നത് ബാറിൻ്റെ മിററായിരുന്നു. അതായത് താഴോട്ട് അങ്ങനെ വെച്ചിട്ട് ബാറിൻ്റെ മിററാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഞാൻ ഊരി മാറ്റി ഹാൻഡിൽ വെയിറ്റ് ചെയ്യാൻ ഇട്ട് കേട്ടോ. സ്റ്റോക്ക് മിറർ എന്തായാലും വെച്ചിട്ടില്ല. സ്റ്റോക്ക് മിറർ വെച്ചാൽ കുറച്ചൊരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ കുറച്ച് ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ ബാറിൻ്റെ മിററാണ് വണ്ടിക്ക് നൈസ് കേട്ടോ, കാണാനായിട്ട് ഫ്രണ്ട് നോക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അത് വെച്ചിരുന്നത്. അതിപ്പോൾ ഞാൻ ഊരി മാറ്റിയിട്ട് ഹാൻഡിൽ വെയിറ്റ് ചെയ്യാൻ എടുത്തിട്ടു. അപ്പോഴാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് കാണുന്ന. ഈ പ്രൊഡക്റ്റ് ഞാൻ അധികം വേറെ വണ്ടീസിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് വാങ്ങിക്കാൻ വിചാരിച്ചത്. ഇത് ഞാൻ വാങ്ങിച്ചത് SKYBOYS ഷോപ്പിംഗ് എന്നുള്ള ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. എൻ്റെ ഈ ഫോഗ് ലൈറ്റ് വാങ്ങിച്ചതും അവരിൽ നിന്നാണ് കേട്ടോ. ഫോഗ് ലൈറ്റ് എൻ്റെ പൊന്നു നല്ല വെട്ടമാണ്, പൊളി വെട്ടമാണ്. പക്ഷേ കുറച്ചൊന്ന് സൈസ് കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷേ നല്ല പർപ്പസാണ് കേട്ടോ ഈ സാധനം. അതും അവർ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം, ഇവിടെ ചെറിയ ഫോട്ടോയും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇതും ബാറിൻ്റെ മിറർ തന്നെയാണ്. പക്ഷേ ഒരു പ്രത്യേകം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലിവർ പ്രൊട്ടക്ടറും വരും, ബാറിൻ്റെ മിററും വരും. രണ്ടും ഒരു സംഭവത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയാനുള്ളത്. ഞാൻ അധികം കണ്ടിട്ടില്ല ലിവർ പ്രൊട്ടക്ടറിൻ്റെ കൂടെ തന്നെ ബാറിൻ്റെ മിറർ വരുന്ന. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ വണ്ടിയിൽ വെക്കാൻ പോകും. അപ്പോൾ അത് വെക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. സംഭവം നമ്മുടെ ഈ വെയിറ്റ് ഊരിമാറ്റം ഈ സെയിം സ്ക്രൂയിൽ തന്നെ നമുക്ക് ഈ സാധനം തിരിച്ചിനകത്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെന്തായാലും നമുക്ക് വെച്ച് നോക്കാം. അതിനുമായിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. തുറന്ന് കാണിച്ചു തരാനായിട്ടും പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല, കുറേ പീസായിട്ട് കിടക്കുന്ന ഇതാണ് നമ്മുടെ മിറർ. ഈ മിററിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഭയങ്കര ഹൈ പവറിൽ വെട്ടം അടിച്ചാലും നമുക്ക് തിരിച്ച് കണ്ണിലടിക്കത്തില്ല. പിന്നെ വേറെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വൈഡും അല്ല മിറർ, അത്യാവശ്യം വൈഡ് കുറവാണ് കേട്ടോ. നമ്മുടെ എൻ്റെ ഇരുന്ന മിററാണെങ്കിൽ നല്ല വൈഡ് വ്യൂ കിട്ടും, പക്ഷേ ഇത് അത്രയും വൈഡ് വ്യൂ കിട്ടത്തില്ല. പക്ഷേ ഈ ഒരു ആൻറ്റി ക്ലിയർ പോലത്തെ ഒരു സംഭവം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുന്നത്, ആ ഒരു റിഫ്ലക്റ്റ് നമ്മൾ കറക്റ്റ് കണ്ണിലോട്ട് അടിക്കത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ട്. പിന്നെ ലിവർ പ്രൊട്ടക്ടർ എന്ന് പറയാൻ നേരത്ത് ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം ലിവർ പ്രൊട്ടക്ടർ. ഇതും മെറ്റൽ തന്നെയാണ്. ഇത് ഇവിടെ ഇങ്ങനെ വരും, അപ്പർ സൈഡിനായിട്ടോ വരുന്ന. ഇവിടുത്തെ വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വരും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല കട്ടി സാധനം കേട്ടോ. ഞാൻ ഇതിപ്പോഴാണെന്ന് പിടിച്ച് നോക്കുന്ന നല്ല കട്ടിയുണ്ട്. അതേപോലെ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വെച്ച് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വണ്ടിയിൽ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇനി ഒരു സർവീസ് കിടക്കും, സർവീസ് അടുത്ത് കേട്ടോ. സർവീസ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ അതൊന്നും ചെയ്യണം. അതിൻ്റെ അപ്ഡേഷൻസ് ഇതിനെ കാണിച്ചു തരാം. പിന്നെ അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വരാനുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഹെൽമെറ്റ് എടുത്തു. ഇനി വരുന്ന വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ഈ ഹെൽമെറ്റിലായിരിക്കും. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ഹെൽമെറ്റിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചൊന്ന് ഓവർ സൈസാണ്. അതേപോലെ കുറച്ചൊന്ന് റവ് ചെയ്തൊക്കെ ഓടിക്കുന്ന സമയത്ത് നല്ലപോലെ എയർ അകത്തോട്ട് കയറും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എനിക്ക് അതൊരു എന്താ പറയുന്ന ഒരു ഡിസ്കംഫർട്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഹെൽമെറ്റ് വെച്ചായിരിക്കും വ്ളോഗ് ചെയ്യുന്നത്. അതിനകത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് കിട്ടില്ല. അപ്പം ഇത് വെച്ചായിരിക്കും ഇനി വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വീഡിയോസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതാണ് നമ്മൾ അപ്ഡേഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും പണി തുടങ്ങാം. ഇപ്പോൾ ഹെൽമെറ്റ് അടുത്ത് കാണാത്തൊരു കാര്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ജിയൂസിൻ്റെ ഹെൽമെറ്റ് വരുന്ന സ്പോയിലർ വരുന്നുണ്ട്. സ്പോയിലർ നമ്മൾ ഒട്ടിച്ച് വയ്ക്കുന്ന സ്പോയിലറാണ് കേട്ടോ. 3mm ടേപ്പ് ഒട്ടിച്ച് വയ്ക്കുന്ന സ്പോയിലറാണ്. അതേപോലെ ഇതാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് വരുന്ന. ഗോസ്റ്റ് റൈഡർ എന്നാണ് ഗ്രാഫിക്സിൻ്റെ പേര് വരുന്നത്. പിന്നെ നമ്മളെ ടിൻറ്റഡ് വൈസറാണ്. അതായത് നമുക്ക് ഡേ നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റിയ വൈസറാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്തോളെ. ഡേ നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റിയ വൈസറാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ
എന്താ പറയുക യെല്ലോയും ബ്ലാക്കും റെഡും ഗ്രാഫിക്സ് വരുന്ന ഒരു ഹെൽമെറ്റാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇതിനെ കുറേ നാളുകൊണ്ട് നോക്കി ഹെൽമെറ്റായിരുന്നു. ഇപ്പോൾ റേറ്റ് കുറച്ച് കിട്ടിയതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. ഹെൽമെറ്റ് അത്യാവശ്യമായിരുന്നു. എനിക്ക് ലോങ് പോകാനൊന്നും വേറെ ഹെൽമെറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ആദ്യം വെച്ചുകൊണ്ട് ഹെൽമെറ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് ആ ഹെൽമെറ്റ്. ഓവർ സൈസ് ഹെൽമെറ്റ് ആയിരുന്നു. വൈറ്റ് കളറാണ്. ഞാൻ പെയിൻ്റ് അടിച്ച് ബ്ലാക്ക് ആക്കി. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്കാണ് വെച്ചുകൊണ്ട് കിടന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് വരുന്നത്. മൗണ്ട് ഇങ്ങനെ വെച്ചിരുന്നത്, അതേപോലെ മൈക്ക് അഡാപ്റ്റർ ഇങ്ങനെയാണ് വെച്ചിരുന്നത്. ഇതും കൊണ്ടാണ് എല്ലായിടത്തും പൊക്കിക്കൊണ്ടിരുന്നത്. ഇത് വെക്കണമെങ്കിൽ ഒരു തൊപ്പിയുടെ ആവശ്യമുണ്ട്, അതേപോലെ ബാലക്ലാമ് വേണം, എങ്കിലേ ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. എന്നാലും ലൂസാണ്. ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം ലോങ്ങിലേക്ക് ഇതും കൊണ്ടാണ് പോയത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ലോഗ് ചെയ്യാനേ പറ്റും. കുറച്ച് കാറ്റ് കയറുന്നൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ പഴയ ഹെൽമെറ്റ്. ഇനി നമ്മൾ ഹെൽമെറ്റ് ഇതായിരിക്കും. ഇതിനകത്ത് ഇനി കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. നമ്മുടെ മൗണ്ടും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. പിന്നെ ഇതിനകത്തൊരു 3 വെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് വെൻറ്റ് വരും. പിന്നെ ഇവിടെ ആയിട്ട് ഒരു എയർ വെൻറ്റ് വരും കേട്ടോ. സ്യൂസിൻ്റെ ഒരു ബ്രാൻഡിങ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എടുത്താണ്. കുറേ പേർക്ക് ഇത് എടുക്കരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്കിത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നുമില്ല. അത്യാവശ്യം നല്ല ഹെൽമെറ്റ് തന്നെയാണ്. അപ്പോൾ ആവശ്യമുള്ള ജസ്റ്റ് ഈ ഹെൽമെറ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. സ്യൂസിൻ്റെ ഹെൽമെറ്റൊക്കെ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. നൈസ് ഹെൽമെറ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളും എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് വെക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കിത് ഹാൻഡിൽ വെയിറ്റ് ഊരി മാറ്റാൻ ഞാൻ ഒരു അലങ്കി എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് നൈസായിട്ട് ഊരി മാറ്റും. നല്ലപോലെ ടൈറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നതാണ്. ഒരു കീച്ച് ഊരാൻ പറ്റിയ ഭാഗ്യം. അത് കുഴപ്പമില്ല, ഊരി. ഈ സൈഡിലെ നട്ട് ചെറിയൊരു ബെൻഡുണ്ട്. കാരണം നമ്മൾ ഒളിമ്പിക്കിൽ പോയ സമയത്ത് ഈ സൈഡൊന്നും ചരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബാറിൻ്റെ മിറർ ഉണ്ടായിരുന്നു. ആ ബാറിൻ്റെ മിറർ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മിററായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഫുൾ മെറ്റലാണ്. വീണാലും അത്യാവശ്യം നല്ലൊരു ഇമ്പാക്റ്റൊക്കെ എടുത്തിട്ടുള്ള മിററാണ്. അത് ഊരി വെച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഫ്രണ്ട്സിന് കൊടുക്കണം, അങ്ങനെ വെച്ചൊക്കെയാണ്. അപ്പോൾ എനിക്കതിൻ്റെ അത്യാവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഊരി വെച്ചതാണ് കേട്ടോ. എനിക്ക് വേറെ സാധനം കിട്ടിയോണ്ട് അത് ഊരി മാറ്റിയതാണ്. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റോക്ക് മിറർ വയ്ക്കാനുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അന്ന് വീണ സമയത്ത് ചെറുതായിട്ട് ഇതൊന്ന് ബെൻഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചെറിയൊരു നട്ടിൽ ചെറിയ ബെൻഡ് കാണുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. കാണിച്ചു തരാം. കണ്ടോ, ചെറിയൊരു ബെൻഡ് കാണുന്നുണ്ടോ? വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു സൈഡ് ഊരി കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പുറം സൈഡ് ഊരാം. പിന്നെ നമ്മുടെ മോജോയുടെ ലീൻ ആംഗിൾ എന്ന് വെച്ചാൽ കുറച്ചധികം കൂടുതലാണ് കേട്ടോ. അതായത് നമ്മൾ സ്റ്റാൻഡിട്ട് വെക്കുമ്പോൾ വണ്ടി നല്ലപോലെ ചരിഞ്ഞായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു കല്ലൊക്കെ അവിടെ വെച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ വണ്ടി പണിയാനൊക്കെ എടുത്ത് വെക്കുന്നത്. അതേപോലെ വണ്ടി വാഷ് ചെയ്യാനും ഇതേപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടൈറ്റായിരുന്നു. ഇതിനകത്ത് തന്നെ പിന്നെ അലങ്കിയും കാര്യങ്ങളൊക്കെ ആവശ്യം പോലെ വരുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഏത് പാർട്സ് ഊരാനും നമുക്ക് അലങ്കിയുടെ ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ രണ്ടാമത് റീപ്ലേസ് ചെയ്ത പാർട്സൊക്കെയാണ് നമ്മൾ ബോൾട്ടൊക്കെ ആയിട്ടിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതിനൊക്കെയാണ് നമുക്ക് സ്പാനറും അല്ലെങ്കിൽ ടീ സ്പാനറൊക്കെ ആവശ്യം വരുന്നത്. ഇതിനകത്ത് മെജോറിറ്റി ഓഫ് ദ എന്താ പറയുന്ന സ്ഥലവും നമുക്ക് അലങ്കി തന്നെയാണ് കേട്ടോ. അലങ്കി ബോൾട്ടും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. ഇതും ഊരി മാറ്റാം. അപ്പോൾ ഒരു കയ്യിൽ ഇത് വെക്കാൻ പറ്റില്ലെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അത് ഊരി വെച്ച് ഇതിനകത്ത് നിന്ന് ഓരോ പാർട്സായിട്ട് എടുത്ത് മാറ്റി നോക്കിയത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മിറർ ഒന്ന് ഇവിടെ ചെയ്യാം. താഴെ പൊട്ടിയാൽ വേറെ മിററൊന്നുമില്ല. രണ്ടാമത്തെ മിറർ മാറ്റാം. നമ്മുടെ ലിവർ പ്രൊട്ടക്ടർ, ഇത് നമ്മുടെ മിററിൻ്റെ അറ്റാച്ച്മെൻ്റ് ആണെന്ന് തോന്നുന്നു. മിററിൻ്റെ അറ്റാച്ച്മെൻറ്റ്. പിന്നെ സംഭവം ഇതും അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ ഇതേപോലത്തെ സ്ക്രൂ ഇല്ലാത്ത ഭാഗത്ത്, അതായത് നമുക്ക് ഇതേപോലത്തെ ഇവിടെ വേക്കൻ്റ് ആണെങ്കിൽ ഇത് കയറ്റിയിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യണം. അതായത് നമ്മുടെ FC പോലത്തെ വണ്ടികളിലൊക്കെ ഇവിടെ ഭയങ്കര വേക്കൻ്റ് ആയിരിക്കും. ഇവിടെ ഹോള് മാത്രമേ കാണത്തുള്ളൂ. അത് നമുക്ക് ത്രെട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതില്ലാത്ത വണ്ടികൾക്ക് വെക്കാനാണ് അവിടെ ഈ സാധനം വരുന്നത് കേട്ടോ. ഇത് കയറ്റിയിട്ട് ടൈറ്റ് കൊടുത്താൽ ഇത് അതിനകത്ത് കയറിയെങ്കിൽ വികസിച്ച് അവിടെ ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഈ സംഭവം. ഇത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഇതിനകത്ത് വേണമെങ്കിൽ നട്ട് നമുക്ക് ഊരിയെടുക്കാം, പുതിയ നട്ടിടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കാണ് ഇതിനകത്ത് വരുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നത്, ഇത് ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ഇത് ഓരോ പാർട്സായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഇതൊന്ന് ബിൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതാ ഒരെണ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സെറ്റ് ചെയ്യാൻ ഭയങ്കര പാടൊന്നുമില്ല, കുറേ പീസായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. ഇതൊരു പീസാണ്. ഈ പീസിൽ 2 സ്ക്രൂ വെച്ച് സെറ്റ് ചെയ്യണം. അതേപോലെ ഈ ഒരു പീസിൽ ഇവിടെ സ്ക്രൂ ചെയ്യണം. അതേപോലെ ഗ്ലാസ് ഇവിടെ സ്ക്രൂ ചെയ്യണം. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം പെട്ടെന്ന്. ഇതാണ് നമ്മുടെ ഈ പീസ് വരുന്നത്. ഈ പീസിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക ഈ സാധനം. അത് കഴിഞ്ഞിട്ട് 2 ചെറിയ സ്ക്രൂ ഉണ്ട്, അത് രണ്ടും എടുത്ത് ഇവിടെ ഇടുക. ഇട്ടതിന് ശേഷം നമ്മുടെ അലങ്കി വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ ഇട്ടതിന് ശേഷം ജസ്റ്റ് അലങ്കി വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ പരിപാടിയാണ്, പെട്ടെന്ന് കഴിയും. പക്ഷേ ഇത് വെക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് എനിക്ക് അറിയാൻ വയ്യ. അതൊന്ന് വെച്ച് വെക്കലേ അറിയത്തുള്ളൂ കേട്ടോ. എന്താണ് നമുക്ക് ചറവറ
ഫിക്സ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഇത് നമുക്കിതാ ഇങ്ങനെ ഫിക്സ് ചെയ്യണം. ഇതിനകത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്യുക. ഞാൻ മേലോട്ട് വെക്കുന്ന രീതിയിലാണ് ഫിക്സ് ചെയ്യുക. വെച്ചാൽ അതായത് നമ്മൾ ലിവർ പ്രൊട്ടക്ടർ വെക്കുന്ന സമയത്ത് ആ ഗ്ലാസ് മേലോട്ട് ഇങ്ങനെ ഇരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് താത്തും ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അങ്ങനെ വെക്കുന്നതേ ഉള്ളൂ. വീഡിയോയിൽ എങ്ങനെ വെച്ചിട്ട് എങ്ങനെ ലുക്കുണ്ട് അല്ലെങ്കിൽ പർപ്പസ് ഉണ്ടോ നോക്കിയിട്ട് തിരിച്ചോ മറിച്ചോ വെക്കാം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ചെറുപറ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഭാഗം ടൈറ്റ് ചെയ്ത് ഇത്രയും ഭാഗം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി വെക്കാനുള്ള ലാസ്റ്റത്തെ പോർഷനാണ് നമ്മുടെ മിറർ എന്ന് പറയുന്നത്. മിററിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ കാണാൻ പറ്റും, അതേപോലെ ഇവിടെ ഹോൾ കാണാൻ പറ്റും. നമ്മുടെ ഈ വലിയ ഹോളിൽ ജസ്റ്റ് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്കവിടെ ചെറിയൊരു നട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് ഹെഡോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ നട്ടിൻ്റെ മുകളിൽ തന്നെ ചെറിയൊരു അലങ്കിലുള്ള പ്രൊവിഷൻ കൊടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, ടൈറ്റ് ചെയ്യാനുള്ള. അപ്പോൾ അലങ്കി അതിനകത്ത് ഇട്ട് കൊടുക്കുക, ടൈറ്റ് ചെയ്യുക. സംഭവം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ടൈറ്റ് ആവുന്നില്ലേ? കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബാറിൻ്റെ മിററും വിത്ത് ലിവർ പ്രൊട്ടക്ടർ. ഇങ്ങനെ ഇരിക്കും സംഭവം. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ രണ്ടും വെച്ച് നോക്കിയിട്ട് അതിൻ്റെ എങ്ങനെ ഫീഡ്ബാക്ക് ഉണ്ടോ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബെൻഡായ നട്ടൊക്കെ മാറ്റി ഇതിൻ്റെ കൂടെ കിട്ടി നട്ടെടുത്ത് കേട്ടോ. ഇത് ലെങ്ത്ത് കുറച്ചൊന്ന് കുറവാണ്. ഇത് എത്തുമില്ലെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം. ആദ്യം നമുക്ക് ഈ സൈഡൊന്ന് വെച്ച് നോക്കാം അല്ലേ. ഈ സൈഡ് വെക്കാനായിട്ട് ഇതിങ്ങനെ വെച്ചാൽ ആവൂ, ഇത് വേണ്ടി വരില്ലേ? ഇത് ഓക്കെ, ഇതുണ്ടെങ്കിലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് ഇവിടെ തന്നെ ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യാനൊന്നും പാടത്തില്ല, ജസ്റ്റ് അത് എല്ലാവർക്കും ചെയ്യാവുന്ന പരിപാടിയുള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് നട്ടോൺ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഫിനിഷ്. ടൈറ്റായി. അപ്പോൾ ഒരു സൈഡ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത സൈഡ് ടൈറ്റ് ചെയ്യാം. അപ്പോൾ മറ്റേ സൈഡ് ടൈറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു സീം വരാൻ ചാൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആക്സിലേറ്ററിൻ്റെ ഈ ഭാഗം കയറി ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ആക്സിലേറ്റർ തിരിയത്തില്ല, ഒന്നിങ്ങനെ അങ്ങ് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സ്പേസർ ഇട്ടിട്ടൊക്കെയാണ് ടൈറ്റ് ചെയ്യുന്നത് സാധാരണ. ഇതിപ്പോൾ എങ്ങനെയാണ് ലെങ്ത്ത് എന്ന് അറിയാൻ വയ്യ. എന്തായാലും നോക്കാം. ഇത്ര ലെങ്ത്ത് കിടക്കുന്നതുകൊണ്ട് സ്പേസറിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വെച്ച് നോക്കാം. അപ്പോൾ ഇത് വെക്കാനായിട്ട് ഇവിടെ ഇതിൻ്റെ അകത്ത് ചെറിയൊരു സംഭവം ഉണ്ട് കേട്ടോ, വാഷർ കൊടുത്ത സംഭവം. അല്ലെങ്കിൽ ആ സ്പേസ് കറക്റ്റ് ആവത്തില്ല. ഇപ്പോൾ ഇങ്ങനെ ഇടുവാണെങ്കിൽ ഇത്രയും ഹോളായിരിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഈ ഒരു പീസ് കണ്ടോ, ഈ പീസ് ഇതിനകത്ത് ഇട്ടതിന് ശേഷമാണ് നമ്മുടെ നട്ടിടുന്നത്. ഇനി നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ വിചാരിച്ച പോലെ തന്നെ കേട്ടോ, ഇവിടെ നമുക്ക് എത്തത്തില്ല. ഇപ്പം തന്നെ ടൈറ്റ് ആയില്ല, ടൈറ്റ് ആകാൻ പോകുന്നതേ ഉള്ളൂ. കുറച്ച് കയറിയപ്പോൾ തന്നെ ഇതൊക്കെ കണ്ടോ ഇവിടെ തട്ടി തുടങ്ങി. ഇപ്പോൾ എൻ്റെ ആദ്യം വരുന്ന ഒരു സ്പേസർ ഇരിപ്പുണ്ട്. സ്പേസർ എന്ന് പറയാൻ പറ്റും, ചെറിയൊരു സ്പേസർ വലിയൊരു വാഷർ ടൈപ്പ് ഇരിപ്പുണ്ട്. അത് ഇതിൻ്റെ ഇടയ്ക്കിടാൻ കേട്ടോ, എങ്കിലേ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അതിട്ടതിന് ശേഷം നമുക്ക് ഈ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്തായാലും വെക്കത്തില്ല, ഇതെന്തായാലും ജസ്റ്റ് ഒന്ന് ഊരിട്ട് ഞാൻ സ്പേസർ ഒന്ന് കാണിച്ചു തരാം. സ്പേസർ ഇട്ടാലും വെക്കാൻ പറ്റിയെങ്കിൽ ഭാഗ്യം, അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് ഒരു ഉപയോഗമില്ല. ഇതാണ് സംഭവം. അപ്പോൾ ഇതും വെക്കത്തില്ല. ഒന്നെങ്കിൽ നട്ട് മാത്രം വെച്ച് ഇട്ട് പോകാം. എന്നിട്ട് സ്പേസ് കിട്ടുന്നില്ലെങ്കിൽ ഈ നട്ടും കൂടെ വെച്ച് കുറച്ചൊന്ന് സ്പേസ് കയറ്റിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആക്സിലേറ്റർ ടൈറ്റായി പോകും. അത് പറ്റത്തില്ല, നമുക്ക് ടൈറ്റാക്കി വയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നോക്കാം. എന്തായാലും ഈ ബുഷ് കണക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ ആ സ്പേസ് ഫില്ലായ കണക്ക് ഇരിക്കും കേട്ടോ. ഓക്കെ, എന്തായാലും നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതാ ഈ നട്ടം ഇട്ട് കൊടുക്കാം. നട്ടിട്ട് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് ആയെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് ഈ ബുഷിൻ്റെ ആവശ്യമില്ല, ബുഷിട്ട വൃത്തിയിട്ട് എനിക്ക് തോന്നുന്നു. എന്നിട്ട് ബോൾട്ട് അവിടെ വെച്ച് കൊടുക്കാം. ഈ സ്പേസിൻ്റെ ആവശ്യം മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഇട്ട് നോക്കട്ടെ. എന്നാലും പാടാം കേട്ടോ, ഇനിയും സ്പേസ് വേണ്ടി വരും. ടൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു എന്നറിയാൻ വയ്യ. ഇപ്പം ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറിയാണ് ടൈറ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ചരിഞ്ഞാണ് കേട്ടോ ടൈറ്റ് ആവുന്നത്. അപ്പം ഈ ബ്രേക്ക് ലിവർ കയറി പിടിക്കുന്നുണ്ട്. ടൈറ്റായി നോക്കാം. ഇല്ല കറക്റ്റാ. ഇത്ര വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് മതി നമുക്ക് ആക്സിലേറ്റർ ടൈറ്റ് വരുന്നത്, അത് വേറെ കുഴപ്പമൊന്നുമില്ല. ആക്സിലേറ്റർ ടൈറ്റായി പോയാലേ പെട്ടു. ഓക്കെ സെറ്റ്, ഫിനിഷ്. അപ്പം
ഫിക്സ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ലിവർ പ്രൊട്ടക്ടർ. അപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ടാണ് നമുക്ക് മിററും വരുന്നത്. മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കുറച്ച് അകത്തോട്ട് വെളിയിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെയും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് ആ സംഭവം. ഇതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ടിലത്തെ വ്യൂ. നിങ്ങൾക്ക് ഗോപ്രോയിൽ എത്രത്തോളം അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വേറൊരു ഫൂട്ടേജ് വല്ലതും ഉണ്ടെങ്കിൽ നേരെ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധ ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ദിവസം കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മിറർ വെച്ചപ്പോൾ ഉള്ളൊരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. വണ്ടി കുറച്ചുകൂടെ വീതിയാണെങ്കിൽ തോന്നുന്നുണ്ട്, പക്ഷേ വണ്ടി ഓടിച്ചാലേ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയാൻ പറ്റൂ, നമ്മുടെ വണ്ടിയിൽ എത്രത്തോളം മിററും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന്. എനിക്ക് തോന്നുന്നില്ല വലിയ വ്യൂവും കാര്യങ്ങളും കിട്ടത്തില്ല, പക്ഷേ അത്യാവശ്യം വ്യൂ കിട്ടുകയും ചെയ്യും, വണ്ടി നൈസ് ലുക്കാവുകയും ചെയ്യും. നമ്മുടെ പ്രൊട്ടക്റ്റർ ആയിട്ട് ഇത് ആക്ട് ചെയ്യുകയും ചെയ്യും. കൊള്ളാം എന്തായാലും സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ടൊക്കെ പിൻ ചെയ്തേക്കാം. അവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ പറ്റും. സ്കൈ ബോയ്സ് ഷോപ്പിംഗ് എന്നാണ് അവരെ ഇൻസ്റ്റ ഐ ഡിയൊക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ വണ്ടിയുടെ എക്സറീസ് ഉണ്ട്. നമ്മൾ മോജോയ്ക്കൊക്കെ ആവശ്യമായ കുറേ എക്സറീസ് ഉണ്ട്. നമ്മൾ ഈ ഫോഗ് ലൈറ്റൊക്കെ നൈസാണ് കേട്ടോ. പിന്നെ മറ്റേ മിനി ഡ്രൈവൊക്കെ ഉണ്ട്. മിനി ഡ്രൈവൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും സൈസൊന്നും വരത്തില്ല, ചെറിയ സൈസായിരിക്കും. നമ്മുടെ ഹെഡിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ നൈസായിട്ട് വെട്ടവും കിട്ടും, എല്ലാം കിട്ടും, ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അത് വരിക എല്ലാവർക്കും. ഗുഡ് ബൈ.